എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അച്ഛനൊന്നും പറഞ്ഞില്ല. ഈ കാര്യത്തിൽ ഞാനെന്ത് പറയാനാവുമേ? ഞാൻ എന്ത് തീരുമാനം പറഞ്ഞാലും പിള്ളേരുടെ മനസ്സുകൂടെ അറിയണ്ടേ? പിള്ളേരുടെ മനസ്സറിയാനൊന്നുമില്ല അച്ഛ. ശ്രീകുട്ടിക്ക് ഇന്ദ്രനും പരസ്പരം ഇഷ്ടം. അത് അവർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അതെങ്ങനെയാന്ന് എനിക്കറിയാം. അവർ പറഞ്ഞു നിന്നോട് തമ്മിൽ ഇഷ്ടമാണെന്ന്. അത് പറഞ്ഞില്ല, എന്നാലും ഇഷ്ടം, അതെനിക്കറിയാം. എന്റെ മോളെ, നീ ഇങ്ങനെ നിന്റെ സ്വഭാവം പോലെ വായിൽ തോന്നുന്നു വിളിച്ചു പറയില്ലേ? ആദ്യം അവരുടെ മനസ്സെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് പോലെ വിവാഹത്തിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. അല്ലെങ്കിലും അച്ഛൻ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഉമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഈ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെയാ, ഒരു അനുകമ്പയില്ലാതെ സംസാരിക്കും. അല്ല, ഞാൻ ഈ ശ്രീമംഗലത്തുള്ള തന്നെയല്ലേ അച്ഛാ? നീ നിർത്തണി. ഉമ്മയുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന അമ്മ അലറി. അത് കേട്ടത് ഉമ്മ മിണ്ടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി. എന്താടി നിനക്ക് രാവിലെ തന്നെ ഭ്രാന്തായോ? എന്തൊക്കെയാ നീ അച്ഛനോട് പറയുന്നത്? ജാനകി, അവള് പറയട്ടെ. അവൾക്ക് നമ്മളോടല്ലാതെ ആരോടതൊക്കെ പറയാം. അല്ല, അവളുടെ പ്രശ്നം ഇപ്പൊ എന്താ? അത് മറ്റൊന്നുമല്ല, പിള്ളേര് തമ്മിലുള്ള വിവാഹം. അത് സംസാരിക്കാൻ വന്നാ. ഓ, അതാണോ? അത് നമുക്ക് നടത്താലോ. നടത്താം, പക്ഷേ ആദ്യം അവർ രണ്ടുപേരെയും മനസ്സറിയണം. എന്നിട്ട് പോലെ ഒരു തീരുമാനം എടുക്കുന്നത് അവർക്ക് ഇഷ്ടാവും. ജാനകി, നീയും ഇവളെ പോലെ എന്തെങ്കിലും സംസാരിക്കില്ലേ? ഇപ്പോഴത്തെ പിള്ളേരാ, അവരുടെ മനസ്സുകൂടെ അറിഞ്ഞിട്ട് മതി ബാക്കി. വെറുതെ നാളേക്ക് ഒരു പ്രശ്നം വരുത്തി വെക്കരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ പുറത്തുനിന്ന് പോയി വരാം. അമ്മയും മോളും ചെല്ല്. സുനി, വണ്ടി എടുക്ക്. ശ്രീധരൻ എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നോട് വിളിച്ചു പറഞ്ഞു. നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് സംസാരിക്കാം. ഇന്ദ്രനൊന്ന് വന്നോട്ടെ. സമാധാനം. അമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. ഏർത്തി, ഇന്നെന്താ സ്പെഷ്യല്? ഉമ്മ ഒരു പുഞ്ചിരിയോടെ അമ്മയെ നോക്കി അടുക്കളയിലേക്ക് നടന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ജാനകിയമ്മ പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി. അങ്കിൾ, ആ മോനെ, ഇന്ദ്രനെത്തിയോ? എത്തി, ഇപ്പൊ വന്നു കയറിയതേ ഉള്ളൂ. ആ, ഓക്കെ. ശ്രീഹരി വേഗത്തിൽ ഓഫീസിനകത്തേക്ക് കടന്നു. തന്റെ ക്യാബിലേക്ക് പോകാൻ നേരെ പോയത് ഇന്ദ്രന്റെ ക്യാബിനിലേക്കാണ്. ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ഡാ, ഞാൻ വിളിക്കണം. കോള് കട്ട് ചെയ്ത് ഇന്ദ്രൻ ശ്രീഹരിയെ നോക്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏട്ടാ, ഇന്ദ്രൻ വെപ്രാളത്തോടെ പറഞ്ഞു. എന്താണോ നിനക്കൊരു പരിങ്ങല്? അവന്റെ വെപ്രാളം കണ്ടത് ശ്രീഹരി ഇന്ദ്രന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നത്തിങ് ഏട്ടാ. എന്തോ ഉണ്ടല്ലോ, പറ മോനെ. ശ്രീഹരി ചേർ വലിച്ചിട്ട് അതിലിരുന്നുകൊണ്ട് അവനെ നോക്കി. ഏട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്കൊന്നുമില്ല. ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഉറക്കം ശരിയായിട്ടില്ല, അതിൻ്റെ ഒരു അത്രേ ഉള്ളോ? അതെ. നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലേട്ടാ, ഒന്നുമില്ല. ആ, എന്നാ ഓക്കെ, നിന്റെ വർക്ക് എടുക്കട്ടെ. ഇന്ദ്രൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. ശ്രീഹരി അവൻ ഒന്നുകൂടെ നോക്കി ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശ്രീഹരി പോയതും ഇന്ദ്രനൊന്ന് നെടുവേർപ്പെട്ടു. ഏട്ടൻ ഇന്നലെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങനെ ഏട്ടൻ അറിഞ്ഞ? ഈശ്വര, താൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചവളെ അനിയനു വേണ്ടി മുത്തശ്ശ ആലോചിച്ചെന്നറിഞ്ഞാൽ ആ ഹൃദയം ഒരുപാട് വേദനിക്കും. മായയുടെ അനിയത്തെ വിവാഹം കഴിച്ചതൊക്കെ കാര്യം തന്നെ. പക്ഷേ ഏട്ടന്റെ ഉള്ളിലുള്ള മായയെ പടിയിറക്കാൻ ഏട്ടന് ഈ ജന്മം കഴിയില്ലെന്ന് ഏട്ടനേക്കാൾ കൂടുതൽ തനിക്കറിയാം. ഇന്ദ്രൻ വേദനയോടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. ഇന്നേവരെ മായയോടെന്നല്ല ഒരു പെണ്ണിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ ഇവർ കാണിച്ചിരുന്ന പെണ്ണ്, അവളെ വിവാഹം കഴിക്കുക അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മുത്തശ്ശൻ കാണിച്ചു തന്നു. അത് തനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളവളും. മുത്തശ്ശനോട് ആ കാരണം കൊണ്ട് ഇന്ന് രാവിലെ ഒന്നും മിണ്ടിയത് പോലുമില്ല. ആ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ? അവന് ഓർത്തപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. വൈകിട്ട് വീട്ടിലെത്തിയാൽ ഉടനെ മുത്തശ്ശനെ കാണണം, സോറി പറയണം. മനസ്സിൽ ഉറപ്പിച്ച് അവൻ തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു. മാളു, ആ നീ എത്തിയോ? എന്തെങ്കിലും നേരത്തെ? ഞാൻ അച്ഛൻ്റെ കൂടെ ഒന്ന് വന്ന്. എന്നിട്ട് മാമൻ പോയോ? പോയി. ഈ വഴിക്ക് ആരൊക്കെയാ കാണാനുണ്ട് പോലും. വേഗം പോയി. ആണോ? എന്നാ വാ. ശ്രീ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? നീ ആലോചിച്ചോ? എന്ത്? അപ്പോഴേക്ക് നീ മറന്നോ? എന്താടി പറ. ഏട്ടന്റെ കാര്യം. ഓ, അതോ? എന്താണ് നിനക്കൊരു പുച്ഛം? എൻ്റെ ഏട്ടന് അത്രയ്ക്ക് മോശമാണോ? നീ ഒന്ന് തന്നാലുണ്ടല്ലോ. മിഥുനേട്ടൻ മോശമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പെണ്ണേ? അതില്ല, നിന്റെ ഓ അതോ എന്ന സംസാരത്തിൽ അങ്ങനെ തോന്നി എനിക്ക്. ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. നീ വാ, അവിടെ നിൽക്ക്. മാളു ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്താ മാളു? അതെ, മിഥുനേട്ടൻ നിനക്ക് ഇഷ്ടമല്ലേ? അത് പറ. മാളു, മിഥുനേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് നീ കരുന്ന പോലെയുള്ള ഇഷ്ടമല്ല. അപ്പൊ നിന്റെ മനസ്സിലാരാ? ഇന്ദ്രനാണോ? പെട്ടെന്ന് മാളു ചോദിച്ചോ. ശ്രീകുട്ടി വെപ്രാളത്തോടെ മാളുവിനെ നോക്കി. എന്താടി, ഞാൻ പറഞ്ഞ സത്യല്ലേ? അങ്ങനെയൊന്നുമില്ലടി. ശ്രീകുട്ടി പറഞ്ഞുകൊണ്ട് കോളേജ് വരാന്തയിലേക്ക് കയറി. നിൽക്ക് ശ്രീ, ഇത് പറഞ്ഞിട്ട് പോ. മാളു, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. ശ്രീ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മാളു പറയുന്നതിന് ചെവി കൊടുക്കാതെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യാതെ ശ്രീകുട്ടി മുന്നോട്ട് നടന്നു. മാളു വേഗത്തിൽ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പെണ്ണെ നോക്ക്, നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല. ഇന്ദ്രേട്ടൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. ആ ഇഷ്ടത്തിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. പക്ഷേ ഓരോ നിമിഷം നിന്റെ ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ മനസ്സിൽ നിനക്കൊരു ഇടമുണ്ടോ നീ അറിയണം മോളെ.
ആദ്യം അറിയേണ്ട അതാണ് ശ്രീ. നീ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് അവസാനം മനസ്സിൽ നിനക്കൊരു സ്ഥാനമില്ലെങ്കിൽ നീ തകർന്നു പോകും. അത് കാണാൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് കഴിയില്ല. അതുകൊണ്ട് ആദ്യം നീ ഇന്ദ്രനോട് സംസാരിക്കുക. എന്നിട്ട് ആ മനസ്സെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ശ്രീകുട്ടി അതിനൊന്നും മിണ്ടിയില്ല. മാളുവിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. മാളു വീണ്ടും എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവിടെ 2 ഫ്രണ്ട്സ് അവരുടെ അരികിലേക്ക് വന്നു. അതോടെ സംസാരം നിർത്തി അവർ ക്ലാസ്സിലേക്ക് നടന്നു. ഡാ, മാമ വിളിച്ചിരുന്നു, നിങ്ങളുടെ നിശ്ചയം ഞായറാഴ്ച നടത്താമെന്ന് പറഞ്ഞിട്ട്. പ്രശാന്ത് രാത്രി വീട്ടിലെത്തിയതും ബൈക്ക് നിർത്തി വീട്ടിലേക്ക് കയറവേ അമ്മ സിറ്റ് ഔട്ടേക്ക് വന്നോണ്ട് പറഞ്ഞു. ഓ, അതിനിപ്പോ എന്താ, ഞാൻ തലകുത്തിക്കണോ? എന്താടാ? അവർ അവനരികിലേക്ക് ചെന്നു. ഡാ, നീ കുടിച്ചിട്ടുണ്ടോ? ആ, കുടിച്ചിട്ടുണ്ട്. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? മോനെ, ഇനി നീ ഇങ്ങനെയാ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഏതാളെ എന്നെ ചോദ്യം ചെയ്യാൻ ഉപദേശിക്കാനും വന്നിരിക്കരുത്. എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെ നിങ്ങളുടെ ആ ആങ്ങളയുടെ മോള്, അവളിനി എന്റെ കയ്യിൽ നിന്ന് പോവില്ല. അതിനുള്ള വഴിക്ക് പ്രശാന്ത് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് എന്നെ ഭരിക്കാൻ വരല്ലേ പറഞ്ഞു അവനെ നാടി. മോനെ, സരോജിനി എന്നിട്ട് അവരെ കൈകൾ പിടിച്ചു. വീട് എന്നെ പിടിക്കണ്ട. അവൻ അമ്മയിൽ നിന്ന് കുതിര റൂമിലേക്ക് കടന്നു. ആ അവസ്ഥയിൽ തന്നെ അവൻ ബെഡിലേക്ക് വീണു. ഈശ്വര, ഇവ വീണ്ടും ഇങ്ങനെയാ. ഞാൻ ഇനി എന്തു പറയും ഏട്ടനോട്? ആ കൊച്ചിനെ ഏട്ടന് ഇവനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഇവൻ ഈ ദുശീലങ്ങളൊക്കെ നിർത്തുമെന്ന് കരുതി. ഇത് വീണ്ടും പഴയ പോലെ തന്നെ ആണല്ലോ ദൈവമേ. ഏട്ടന് ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ? അതോർത്തവൻ സരോജിനിയുടെ നെഞ്ചൊന്ന് കാളി. ആ, അപ്പൊ അടുത്ത ഞായർ ചെറുതായിട്ടൊരു നിശ്ചയ ചടങ്ങ്. പിറ്റേ ആഴ്ച തന്നെ വിവാഹം നടത്താം. അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മതിയച്ചാ. ഞാനെന്തായാലും ശ്രീനിയേട്ടനോട് കാര്യം പറയാം. നീ പറഞ്ഞു. എന്നാലും കുറച്ചു കഴിഞ്ഞ് ഞാനെന്നാ അവരെ വിളിച്ചേക്കാം. ശരി അച്ഛാ. ശ്രീനിയേട്ടൻ വന്നേന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാച്ചാ. ഓക്കെ മോളെ. അച്ഛാ. മാധവന് ശില്പയുമായുള്ള ഫോൺ കോൾ കട്ട് ചെയ്തും പിന്നിൽ നിന്നുള്ള വിളി കേട്ട് അദ്ദേഹം തിരിഞ്ഞു. എന്താ? അച്ഛാ, ഈ വിവാഹം വേണ്ട അച്ഛാ. മനസ്സിലായില്ല. പ്രശാന്തേട്ടനായിട്ടുള്ള ഈ വിവാഹം എനിക്ക് വേണ്ടാന്ന്. അതെന്താ? അത് ഇപ്പൊ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ അച്ഛാ. അതൊന്നും പറ്റില്ല. നിന്റെ ഇഷ്ടത്തിനുള്ള തീരുമാനം ഈ വീട്ടിൽ ഇനി നടക്കില്ല. അച്ഛാ, വേണ്ട അച്ഛാ. മായയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോളെ, ഈ ഒരു കാര്യത്തിന് നീ കരഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ ഈ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രശാന്തുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട. അടുത്ത ഞായർ നിങ്ങളുടെ നിശ്ചയം ഞങ്ങളങ്ങ് നടത്തും. അതിന് ഇനിയൊരു മാറ്റവും ഇല്ല. അത്രയും പറഞ്ഞ് അവളെയും നോക്കി അദ്ദേഹം അവിടെ നിന്ന് പോയി. ശില്പ താഴേക്ക് ചെല്ലുമ്പോൾ ശ്രീഹരി ഇന്ദ്രനും വണ്ടിയിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. ശില്പയെ മുന്നിൽ കണ്ടതും ഇന്ദ്രൻ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഹാളിലേക്ക് കടന്ന് മുത്തശ്ശന്റെ റൂമിലേക്ക് നടന്നു. ശ്രീഹരിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ശില്പയും മുത്തശ്ശന്റെ റൂമിലേക്ക് പോകുന്ന ഇന്ദ്രനെയും മാറി മാറി നോക്കി. ശ്രീയേട്ടമ്മ, അച്ഛൻ ശ്രീയേട്ടനെ വിളിച്ചിരുന്നോ? വിഷയം മാറ്റാനെ അവൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഇല്ലടോ, എന്താ കാര്യം? മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നതിൽ ശ്രീഹരി ചോദിച്ചു. അത് ചേച്ചിയുടെ നിശ്ചയത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. വേദനയോടെ അവനൊന്ന് മൂളി. എന്നാലും ചേച്ചിയുടെയും പ്രശാന്തിന്റെയും വിവാഹം നടന്ന എല്ലാവർക്കും സന്തോഷാവും അല്ലേ ശ്രീയേട്ടാ? സന്തോഷാവും. അതെ, ഞാനൊന്ന് പ്രശ്നമാവട്ടെ. ശ്രീഹരിയുടെ മുഖത്തേക്ക് ഒളിഞ്ഞു നോക്കി ശില്പ പറഞ്ഞു. ശ്രീഹരി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ റൂമിലേക്ക് നടന്നു. ശ്രീഹരി പോയ വഴി ശില്പയെന്ന് നോക്കി. എന്നിട്ട് മനസ്സാൽ മൊഴിഞ്ഞു. സന്തോഷം. അതാ മനസ്സിൽ എത്രയുണ്ടെന്ന് എനിക്കറിയാം ശ്രീയേട്ടാ. ആ ഹൃദയം എത്ര തന്നെ നുറുങ്ങിയാലും ഇനി എൻ്റെ ചേച്ചി അയാൾക്കുള്ളതാ. ശ്രീമംഗലത്തെ മരുമകളെന്ന പട്ടം എൻ്റെ ചേച്ചിക്ക് വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. അവരുടെ വിവാഹം എത്ര നേരത്തെ നടക്കുന്നോ അത്രയും നേരത്തെ നടക്കണം. അതിപ്പോൾ എല്ലാവരേക്കാളും കൂടുതൽ എൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ശില്പ എന്തു ചെയ്യും? എന്തും. ഒരുതരം പരിഹാസ്യരിയിൽ അവരുടെ മുഖം വിടന്നു. മോനെ, സോറി മുത്തശ്ശ, ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. മുത്തശ്ശനൊന്നും കരുതരുത്. ഇല്ലടാ മക്കളെ, അതിനൊന്നും ഈ മുത്തശ്ശനൊരു കുഴപ്പമില്ലടാ. നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന മുത്തശ്ശൻ്റെ സങ്കടം ഇനി അങ്ങനെ ഉണ്ടാവില്ല മുത്തശ്ശ. സോറി. ഒന്ന് പോടാ, അവൻ്റെ ഒരു സോറി. ഇന്ദ്ര, പിന്നെ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ മുത്തശ്ശ? ഇപ്പോഴല്ല, നീ ആ ക്ഷീണിച്ചു വന്നല്ലേ, പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സംസാരിക്കാം. ശരി മുത്തശ്ശ, ഞാൻ പോയിട്ട് വരാം. ഇന്ദ്ര മുത്തശ്ശനോട് പറഞ്ഞോണ്ട് എൻ്റെ റൂമിലേക്ക് പോയി. ശ്രീധരൻ ആലോചനയോടെ നിന്നു. ഉമ്മ രാവിലെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യം എങ്ങനെയാണ് ഇന്ദ്രനോട് സംസാരിക്കുന്നോർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. സരോജിനേച്ചി. സരോജിനി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നിൽ നിന്നുള്ള വിളി കേട്ട് അവരെ നിന്നു. എന്നിട്ട് നാലുപാട് നോക്കി. ദേ ഇവിടെ. വലതുഭാഗത്തു നിന്ന് ആ ശബ്ദം കേട്ടത് അവർ തിരിഞ്ഞു. സരോജിനിയുടെ മുഖമിരുണ്ടു. തെക്കേ പറമ്പത്ത് പ്രഭാകരന്റെ ഭാര്യ ശാന്ത. പ്രഭാകരൻ കുറച്ചു നാളായിട്ട് സുഖമില്ലാതെ കിടപ്പാണ്. മുൻപ് പ്രഭാകരന്റെ കൂടെ വണ്ടിയിൽ സഹായത്തിന് പോക്കായിരുന്നു പ്രശാന്ത്. ഒരു ആക്സിഡന്റിൽ 2 കാലും പൊട്ടി പ്രഭാകരൻ കിടപ്പിലായി. അതോടെ വണ്ടിയുടെ ഓട്ടവും സഹായവും എല്ലാം പ്രശാന്തിന്റെ കൈകളിലായി. കൂടാതെ അയാളുടെ ഭാര്യ ശാന്തയുടെ വലം കൈയും. നാട്ടിൽ അവരെ കുറിച്ച് പറയുന്നതൊക്കെ തനിക്കും അറിയാം. പക്ഷേ ഒന്നിനും അവനെ നിയന്ത്രിക്കാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ചേച്ചി. അവൾ അടുത്ത് വന്ന് വീണ്ടും വിളിച്ചതും സരോജിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സരോജിനി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു.
ചേച്ചി ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. എന്തു പറയാൻ? എനിക്കൊന്നും കേൾക്കണ്ട. അല്ല, ഇന്നലെ പ്രശാന്ത് വീട്ടിലെത്തിയല്ലോ അല്ലേ? എത്തിയാലും എത്തിയില്ലാലും നീ അറിയല്ലോ അല്ലേ? പിന്നെ എന്തിനാ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? നിന്റെ കയ്യിലെ കളിപ്പാവയാണല്ലോ എൻ്റെ മോനിപ്പോ. വീണ്ടും ഞാൻ നിന്നോട് പറയാം, കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കാം. എൻ്റെ മോനെ ഇനിയെങ്കിലും നീ ഒന്ന് വിട്ടു തന്നേക്ക്. അവന് കുടുംബക്കായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ഏട്ടൻ്റെ മോളെ അവന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഉടനെ അവർ തമ്മിൽ വിവാഹം നടക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയാം, അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമാവരുത്. എൻ്റെ അപേക്ഷയാ. എൻ്റെ ചേച്ചി ഞാൻ അവനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. പ്രഭാകരേട്ടനൊരു സഹായത്തിനാവും വരുന്നല്ലേ, അല്ലാതെ എന്താ? അതിലെനിക്കൊരു റോളുമില്ലല്ലോ ചേച്ചി. ഇനി നീ ഒരക്ഷരം മിണ്ടരുത്. നിന്റെ പുഴുത്ത നാവുകൊണ്ട് നീ എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ പോയിക്കോ. അതാ നിനക്ക് നല്ലത്. സരോജിനി വേഗത്തിൽ അവളെ കടന്ന് മുന്നോട്ട് നടന്നു. ശാന്ത അവരുടെ പോക്കണ്ടൊന്ന് ഊറിച്ചിരിച്ച് അമ്പലത്തിലേക്ക് കയറി. എന്തു പറ്റി? ഷോപ്പിലൊരു ഭാഗത്ത് കബോർഡിന്റെ മുകളിൽ തലയും വെച്ച് കിടക്കുന്ന മായയുടെ അരികിലേക്ക് ധന്യ വന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് ശബ്ദം കേട്ടത് മായ നിവർന്ന് അവളെ നോക്കി. എന്താടി? വാടിയവളുടെ മുഖവും കണ്ണുനീരുണങ്ങാത്ത കണ്ണുകളും ധന്യയുടെ ഉള്ളിൽ വല്ലാത്ത നോവ് വളർത്തി. എന്തോ വയ്യടി, കിടക്കാൻ തന്നെ തോന്നുക. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി, പക്ഷെ എന്തോ പീരീഡ്സ് ആണോടാ? ഏയ് അല്ലേടാ, അതൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ലേ? ആ അത് ശരിയാ, ഞാൻ മറന്നു. പിന്നെ ഇപ്പം എന്താടാ? അറിയില്ലടി. നിനക്ക് വെള്ളം അങ്ങനെ എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോവാം. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോയാലൊന്ന് ആലോചിക്കുക. ആ എന്നാ ഞാൻ പറഞ്ഞിട്ട് വരാം. ഞാൻ കൊണ്ടുവന്നാക്കാം വീട്ടിൽ. മായൊന്ന് മൂളി. അങ്ങനെ തന്നെ മായ വീട്ടിലാക്കി. ധന്യ വീട്ടിലാക്കി പോയതും മായ അകത്തേക്ക് കയറി. ഒന്നെവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന ആഗ്രഹം മാത്രമേ അപ്പോൾ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും മായൊക്കെ ജോലിക്ക് പോയി. ശിവ ക്ലാസ്സിലും. ശ്രേയ 2 ദിവസമായിട്ട് ശ്രീമംഗലത്താണുള്ളത്. മായ വാതിലൊന്ന് ചാരിയിട്ട് തന്റെ റൂമിലേക്ക് കടന്ന ബാഗ് ടേബിൾ വെച്ചിട്ട് ഡ്രസ്സ് പോലും മാറാതെ ബെഡിലേക്ക് കിടന്നു. ഇന്നലത്തെ ഹാങ് ഓവർ വിട്ടതും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പ്രശാന്ത്. ഇന്നലെ മാമൻ വിളിച്ചെന്ന് അമ്മ പറഞ്ഞ് അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ലക്ഷ്മി നിലത്തിലേക്ക് വിട്ടാൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാമായിരുന്നു. മാമൻ അവിടെ ഇല്ലെങ്കിലും മാമി ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോവാം. അങ്ങനെ കരുതി അവൻ വേഗം തന്നെ വണ്ടി ലക്ഷ്മി നിലത്തിലേക്ക് വിട്ടു. ഇതേ സമയം മായ ഗാഠമായ ഉറക്കത്തിലായിരുന്നു. പ്രശാന്ത് മുറ്റത്ത് വണ്ടി നിർത്തി സിറ്റ് ഔട്ടിലേക്ക് കയറി. മാമി അവൻ ഉറക്കി 2-3 തവണ വിളിച്ചു. തിരിച്ചൊരു മറുപടി വരാതെ നിന്നപ്പോൾ അവൻ മുൻവാതിൽ പതുക്കി ഉന്തി. ആ ഉന്തിൽ വാതിൽ തുറന്നു വന്നു. ഇനി മാമി അടുക്കളയിൽ വല്ല ജോലിയിലാവും, പോയി നോക്കാം. മാമി വിളിച്ചുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് എത്തി നോക്കിയതും അവിടെയെങ്കിലും ആരുമില്ല. എന്നാൽ ഈ മാമി അവിടെ പോയി, പുറത്തെങ്ങാനുണ്ടോ? അങ്ങനെ കരുതി അവൻ വീണ്ടും ഹാളിലേക്ക് കടന്ന് പുറത്തേക്ക് പോകാൻ നിന്നു. കുറച്ചായി ചാരിയിട്ട മായയുടെ റൂമിലേക്ക് അവന്റെ മിഴികൾ പാഞ്ഞു. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച് അവൻ ആ റൂമിലേക്ക് നടന്ന് വാതിൽ പതുക്കെ തുറന്നു. വാവ്, ഇതാരാ? എന്റെ രാജകുമാരിയോ? ഇരുനിറമാണെങ്കിലും വല്ലാത്തൊരു സൗന്ദര്യം ആ സമയം അവളിൽ നിറഞ്ഞു നിന്നു. ശബ്ദമുണ്ടാക്കാതെ പ്രശാന്ത് അവിടെ അരിയിലേക്ക് നടന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്റെ കൈകളിൽ എത്തിച്ചേരുമെങ്കിലും ആദ്യം അതിന്റെ രുചിയൊന്ന് ചെറുതായിട്ട് അറിയുന്നത് നല്ലതല്ലേ? വശ്യമായ ചിരിയോട് അവൻ തന്റെ ചുണ്ട് അവിടെ വിടുന്ന ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എന്നാ ഓക്കെ ഞാൻ ഇറങ്ങാം. ഏട്ടനെ ഒത്തിരി സമയം ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. തന്നെ നിർബന്ധം കൊണ്ടാ ഇവിടെ വരെ വന്ന്. ഇനി വയ്യ ശരിയാവില്ല. ഓക്കെ ഇന്ദ്ര, എന്നാ കാണാം. ചക്കരെ മാം പോയിക്കോട്ടെ. വിപിന്റെ കൈകളിലിരിക്കുന്ന മണിക്കുട്ടിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു. മണിക്കുട്ടി കുലുങ്ങി ചിരിച്ചു. ഇന്ദ്രന്റെ ഫ്രണ്ട് വിപിന്റെ മകൾ മണിക്കുട്ടിയുടെ പിറന്നാളാണിന്ന്. അതിന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാണ് ഇന്ദ്രൻ. ഇന്ദ്ര, വിപിനോട് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ ഇന്ദ്രൻ പിന്നിൽ നിന്നുള്ള വിളിയായിട്ട് തിരിഞ്ഞു. എന്താടാ, തന്റെ അനിയത്തിന്റെ വീട്ടിൽ കയറുന്നുണ്ടോ? ഇല്ലടാ, ശ്രേയമോള് വീട്ടിലാ ഉള്ളത്. എനിക്കാണെങ്കിൽ ടൈമും ഇല്ല. പിന്നെ അവിടെ ഇപ്പൊ ആരും ഉണ്ടാവുകയില്ല, എല്ലാവരും ജോലിക്ക് പോയതല്ലേ. അതുകൊണ്ട് ഞാനങ്ങ് പോകും. എന്നാ ശരി, ഓക്കെടാ. വിപിനോട് യാത്ര പറഞ്ഞിട്ട് ഇന്ദ്രൻ കാറിലേക്ക് കയറി. റോഡിലേക്ക് കടന്ന് കുറച്ച് മുന്നോട്ട് പോയതും മായയുടെ വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിൽ ഇന്ദ്രന്റെ കണ്ണുകൾ പതിഞ്ഞു. പെട്ടെന്ന് മനസ്സിലെന്തോ വല്ലായ്മ തോന്നിയതും മുന്നോട്ട് പോയ അവൻ പിന്നോട്ട് തിരികെ വന്ന് കാർ അവിടെ നിർത്തി കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നു. മുറ്റത്തെത്തിയ ആ ബൈക്ക് കണ്ട് എന്തോ ഒരു പന്തിയുടെ അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി. അമ്മേ അമ്മേ! പെട്ടെന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് ആരുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഇന്ദ്രൻ സിറ്റ് ഔട്ടിലേക്ക് ഓടിക്കയറി. വാതിൽ തട്ടിയത് ആരോ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടുണ്ട്. ഇന്ദ്രന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പിന്നെയൊന്നും നോക്കിയില്ല അവൻ. തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് വാതിലിന് നേരെ ആഞ്ഞു ചവിട്ടി. വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു. അവൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി. അമ്മേ! വീണ്ടും അവിടെയുള്ള ആ റൂമിൽ നിന്ന് ശബ്ദം കേട്ടത് അവിടേക്ക് അവൻ ഓടി. ആ ശക്തിയിൽ തന്നെ ആ വാതിലിനെ അവൻ ചവിട്ടി. വാതിൽ തുറക്കപ്പെട്ടതും ഇന്ദ്രൻ മായയുടെ കൈകൾ ബെഡിൽ അമർത്തി പിടിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ മുഖമർത്താൻ തുടങ്ങുന്ന പ്രശാന്തിന്റെ ശരീരത്തിലേക്ക് ചെന്ന് പതിച്ചു. വീണ്ടെടുത്ത് ഇന്ദ്രൻ ചാടി എഴുന്നേറ്റ് പ്രശാന്തിന്റെ കഴുത്തിൽ പിടിമുറുക്കി. ഇന്ദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി. ഇന്ദ്രേട്ടാ, ഇയാള്! മായ പ്രശാന്തിൽ നിന്ന് കുതിരി ഇന്ദ്രന്റെ അടുത്തേക്ക് നീങ്ങി. എന്താ മായ ഇത്? നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചിരുത്തിട്ട് വെറുതെ അലറി വിളിക്കുന്നോ? ഇന്ദ്രനിൽ നിന്ന് കഴുത്തിലെ പിടി കൈകളാൽ പിടിച്ചു മാറ്റിയിട്ട് പ്രശാന്ത് മായ നോക്കി വീറോടെ പറഞ്ഞു. പ്രശാന്ത് പറഞ്ഞിരുന്നു. ഇന്ദ്രന്റെ വലത് കൈ ഊക്കോടെ പ്രശാന്തിന്റെ കൗളിൽ പതഞ്ഞു. ഡാ, നീ എന്നെ തല്ലിയല്ലേ?
അടികിട്ടിയ കവളകം തടവിക്കൊണ്ട് പ്രശാന്ത് ഇന്ദ്രന്റെ നേരെ അടുത്തു. മാറികളാ മായ വാ. തന്റെ അരികിലേക്ക് വരുന്ന പ്രശാന്തിനെ തള്ളി മാറ്റി ഇന്ദ്രൻ മായയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇന്ന് ഇന്ദ്രേട്ടനെ കാണണം. മാളു പറഞ്ഞ പോലെ ആ മനസ്സിൽ എന്താണെന്ന് അറിയണം. അവൾ പറയുന്ന പോലെ ഒന്നും ആവില്ല. ഇന്ദ്രേട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ചോദിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും അവളുടെ മനസ്സിലുള്ള ടെൻഷനൊന്ന് മാറ്റിക്കൊടുക്കാലോ. കോളേജ് വിട്ട് വീട്ടിലേക്കുള്ള യാത്രയിൽ സ്ത്രീകുട്ടിയുടെ മനസ്സ് നിറയെ കാര്യങ്ങളായിരുന്നു. മിഥുനേട്ടൻ പാവാണ്. പക്ഷേ ഇന്ദ്രേട്ടനെ പറഞ്ഞിട്ട് മിഥുനേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. പോരാത്തതിന് അച്ഛൻ്റെ കുടുംബത്തിനോട് വലിയ മതിപ്പൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്കൊന്നും ശ്രീമംഗലം തറവാട്ടിലെ നിലയും വിലയും എല്ലാവർക്കും മുമ്പിലും നിലനിർത്തണം. ആ ഒരു വിചാരമാണ് എപ്പോഴും. ഇന്ന് വൈകിട്ട് തറവാട്ടിൽ പോകണം. ഇന്ദ്രേട്ടനെ കണ്ട് സംസാരിച്ചിട്ട് ഇനി വിശ്രമമുള്ളൂ. ഒരു നനുത്ത പുഞ്ചിരിയാൽ സ്ത്രീകുട്ടി മനസ്സിലുറപ്പിച്ച് പുറത്തെ കാഴ്ചകളിൽ മുഴുകി. വാ. ഇന്ദ്രൻ മായയുടെ കൈകൾ പിടിച്ച് ഹാളിൽ നിന്നും പുറത്തേക്ക് കടന്നു. പെട്ടെന്നാണ് ഇന്ദ്രന്റെ ഫോൺ ശബ്ദിച്ച്. പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തും അവന്റെ മറ്റൊരു കയ്യിൽ പിടിമുറുക്കിയ മായയുടെ കൈകളിൽ പ്രശാന്തിന്റെ കൈകൾ മുറുകി. ഇന്ദ്രനിൽ നിന്ന് പിടിച്ചു മാറ്റി മായ പ്രശാന്ത് അകത്തേക്ക് തള്ളി. അവളുടെ കൂടെ അവനകത്തേക്ക് കിടന്ന് വാതിലടക്കാൻ നോക്കി. മായ തറയിലേക്ക് വീണതിന്റെ വേദനയിൽ അലറി കരഞ്ഞു. അത് കണ്ട ഇന്ദ്രൻ വേഗത്തിൽ ഫോൺ പോക്കറ്റിലിട്ടിട്ട് വാതിലടക്കാൻ സമ്മതിക്കാതെ അകത്തേക്ക് തന്നെ തള്ളി. വേണ്ട. പ്രശാന്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. നീ നിന്റെ പാട് നോക്കി പോയിക്കോ മോനെ. അതാ നിനക്ക് നല്ലത്. കുറച്ചു ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം നടക്കാനിരിക്കുക. അവളെ എന്റെ പെണ്ണാവും കാത്തിരിക്കുക. അതിനിടയിലേക്ക് ശ്രീമംഗലത്തുള്ളവർക്ക് ഇവിടെ എന്താ കാര്യം? ഇന്ദ്രൻ അലറി. അവന്റെ ഉള്ളിൽ ആ നിമിഷം എന്തോ ഒരു സ്ഫോടനം അനുഭവപ്പെട്ടു. പ്രശാന്തിന് തന്റെ കാലിനാൽ ഒരു ചവിട്ടുകൂടെ കൊടുത്തിട്ട് തറയിൽ വീണ് കിടക്കുന്ന മായയെ ഇന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മായയുടെ കൈകളിൽ മുറുകെ പിടിച്ചിട്ട് ഇന്ദ്രൻ പൂജാമുറിയിലേക്ക് നടന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാതെ മായ വെപ്രാളത്തോടെ ഇന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി. അതേപോലെ തറയിലേക്ക് തെറിച്ചു വീണ പ്രശാന്തും ഇന്ദ്രനെ തന്നെ ഉറ്റുനോക്കി. പൂജാമുറിയിലെത്തിയതും ഇന്ദ്രൻ മായയുടെ കൈകൾ വിട്ടു. ശേഷം ഒന്ന് കഴുകൂപ്പി പ്രാർത്ഥിച്ചു. തന്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മാല അഴിച്ചെടുത്ത് മാല കൂട്ടിപ്പിടിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് മായയുടെ കഴുത്തിലേക്ക് കെട്ടി. ശേഷം അവിടെയുള്ള കുങ്കുമച്ചപ്പിൽ നിന്ന് അല്പമെടുത്ത് മായയുടെ നെറ്റിയിലേക്ക് ചാർത്തി. മുന്നിൽ നടന്ന സത്യമോ സ്വപ്നമോ എന്ന് പോലും മനസ്സിലാവാതെ മായ തറഞ്ഞു നിന്നു. മോനെ ശ്രീഹരി. ശ്രീഹരി തന്റെ ലാപ്പിൽ എന്തോ കാര്യമായിട്ടുള്ള വർക്ക് നോക്കുന്നതിനിടയിലാണ് മാധവൻ ഡോറിൽ നിന്ന് വെപ്രാളത്തോടെ അങ്ങോട്ട് കയറി വന്ന്. അദ്ദേഹത്തിന്റെ വെപ്രാളം കണ്ടതും ശ്രീഹരി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അങ്കിൾ എന്തു പറ്റി? മോനെ അത് ഇന്ദ്രൻ. എന്താ അങ്കിൾ? ഇന്ദ്രൻ എന്താ പറ്റിയത്? ഇന്ദ്രനൊന്നും പറ്റിയില്ല മോനെ. എന്നോട് വേഗം ശ്രീമംഗലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചു. ശില്പമോൾക്ക് എന്തെങ്കിലും വയ്യായിക്കുണ്ടോ മോനെ? ശ്രീമംഗലത്തേക്കോ? അതെ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും വിളിക്കൂലേ? അങ്ങനെ ടെൻഷൻ ആവല്ലേ? ഞാൻ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കട്ടെ. ശ്രീഹരി വേഗം തന്നെ ശില്പയെ വിളിച്ചു. പക്ഷെ കോള് പോകുന്നില്ല. ഉടനെ അമ്മയെ വിളിച്ചു. അമ്മേ, ഇന്ദ്രൻ്റെ അവിടെ എത്തിയോ? ഇല്ല ശ്രീ, ഇവിടെ എത്തിയില്ല. എന്താ കാര്യം? അവ ഓഫീസിലില്ലേ? അല്ലെങ്കിൽ നിന്നോട് പറയാതെ അവ ഇടയ്ക്ക് വരുമോ? എന്നാ ശരി അമ്മേ, ഞാൻ വിളിക്കാം. അല്ല മോനെ, പത്മൻ ശ്രീയോടെന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും കോള് കട്ടായി. അങ്കിൾ അവിടെ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് അങ്കിൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അങ്കിളിനോട് മാത്രം എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് അറിയാണല്ലോ. എന്നാ അങ്ങനെ ചെയ്യാം മോനെ. അപ്പോൾ തന്നെ ശ്രീഹരി മാധവനെയും കൂടെ കൂട്ടിയിട്ട് ശ്രീമംഗലത്തേക്ക് വിട്ടു. ഉച്ച സമയം ശ്രീമംഗലം വീണ്ടും മുറ്റത്തൊരു വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടാണ് യശോദ പുറത്തേക്ക് വന്നത്. ഇന്ദ്രന്റെ കാറാണല്ലോ, ഇവൻ എന്താ ഈ സമയത്ത് എന്നാലോചിച്ച് കാറിലേക്ക് നോക്കവെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇറങ്ങി വാ. വണ്ടിയിൽ നിന്നിറങ്ങി അമ്പരപ്പോടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കി ഇടതുഭാഗത്തെ ഡോറിൽ അകത്തേക്ക് നോക്കി പറഞ്ഞു. ആരായിരിക്കും വണ്ടിയിലെന്ന് ഓർത്തിരിക്കെ കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ഇന്ദ്രന്റെ അമ്മ ഞെട്ടലോടെ നോക്കി. മായ. ഏട്ടനും അനിയത്തിയും ശ്രീമംഗലത്തെ മരുമക്കളാവുമ്പോൾ, ഏട്ടനും അനിയനും പരസ്പരം കാണുമ്പോൾ എന്ത് സംഭവിക്കും? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.